വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ജയ്സമ്മൽ ട്രിപ്പിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ തനൂട്ടും മാതയും, സെക്കൻഡ് പാർട്ടിൽ ലോങ്കേ വാലയും. അപ്പോൾ തേർഡ് പാർട്ടിൽ നമ്മളാണെങ്കിൽ ഒരു റിസോർട്ടിൽ വന്ന് റൂം എടുത്ത്, ഡെസേർട്ട് ഹീർ റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ചെല്ലുമ്പം പിന്നെ ട്രഡീഷണൽ വെൽക്കം ഒക്കെ ഉണ്ട്. ചെണ്ടയൊക്കെ കൊട്ടി കുറിയൊക്കെ ഇട്ട് അകത്തോട്ട് കയറ്റും. അപ്പോൾ അത് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഡിസംബർ ഫസ്റ്റ് വീക്ക് പോയതാണ്. ഇപ്പോഴാണ് വീഡിയോ ഇടാൻ സമയം കിട്ടിയത്, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും കുറച്ച് വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട്. അവിടെ ആണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ പ്രോഗ്രാംസൊക്കെ കാണാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർ, അല്ലാത്ത സിംഗിൾ മെമ്പേഴ്സും കുറേയൊക്കെ ഉണ്ട്. ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് സമയം 7:30 ആയിരുന്നു. അപ്പോഴത്തേക്ക് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ഇവിടെ നമുക്ക് റൂംസും അവൈലബിൾ ആണ്, ടെൻറ്റ്സും കിട്ടും. അപ്പം ഇവിടെ കൂടുതലും ഇപ്പം ഈ സമയത്ത് വരുന്നവരെല്ലാം ടെൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മളും അങ്ങനെ ടെൻറ്റ് റൂമാണ് എടുത്തത്. റൂമൊക്കെ അടിപൊളിയാണ്. ഓരോരുത്തർക്കും ഓരോ ഫാമിലിക്കും അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ബെഡ്റൂമും ഒരു ബാത്റൂം എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. അപ്പം ബെഡൊക്കെ അടിപൊളിയാണ്. പിന്നെ ബാത്റൂമിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇടയ്ക്ക് മിസ്സായിപ്പോയെന്ന് തോന്നുന്നു. അപ്പം അടിപൊളിയായിരുന്നു സെറ്റപ്പ്. പക്ഷേ തണുപ്പ് ഇത്തിരി കൂടുതലായിരുന്നു. അതിനകത്ത് കയറി കഴിഞ്ഞാൽ റൂമിനകത്ത് ഇച്ചിരി തണുപ്പുണ്ട്. തുണിയാണ് മൊത്തം. പിന്നെ അപ്പോൾ വിചാരിച്ച് റൂം എടുത്താൽ മതിയായിരുന്നു, അല്ലാത്ത റൂം എടുത്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച്. പക്ഷേ ഇത് അടിപൊളി സെറ്റായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ടില്ല. അപ്പം നമുക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. രാജസ്ഥാനിലെ ട്രഡീഷണൽ രീതിക്കനുസരിച്ചുള്ള പ്രോഗ്രാംസുകളാണ് അവിടെ നടത്തുന്നത്. അവരുടെ ഗൂമർ ഡാൻസും കൽബീലിയെ അങ്ങനെയൊക്കെ കുറേ ഡാൻസ്, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ. പിന്നെ നമ്മൾ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പ്രോഗ്രാംസൊക്കെ കാണാമെന്ന് വെച്ചിട്ട്. അപ്പം നമുക്ക് അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ചായയും പിന്നെ സ്നാക്സും ഒക്കെ എന്തെങ്കിലും തരും. അപ്പം നമ്മുടെ ഈ പാക്ക് എന്ന് പറയുന്നത് ട്രഡീഷണൽ വെൽക്കം, പിന്നെ ഈ വെൽക്കം ചെയ്യുന്നതും, പിന്നെ നമുക്ക് ഈ ട്രഡീഷണൽ പ്രോഗ്രാംസും കൾച്ചറൽ പ്രോഗ്രാംസും, പിന്നെ രാത്രിയിലത്തെ ഡിന്നറും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും, പിന്നെ നമ്മൾ രാത്രിയിൽ കിടക്കുന്ന റൂമും, അതെല്ലാം കൂടെയാണ് ഒരു പാക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ വേണമെങ്കിൽ ഡെസേർട്ട് സഫാരി ഒക്കെ എടുക്കാൻ പറ്റും. കുറച്ചുകൂടെ നേരത്തെ ചെന്നിരുന്നാൽ നമുക്ക് ഈവനിങ് ഡെസേർട്ട് സഫാരി പോകുമായിരുന്നു. പിന്നെ രാവിലെ വേണമെങ്കിലും പിന്നെ സൺറൈസ് കാണാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ചെന്നിട്ട് ഇത്രയും മാത്രമേ എടുത്തുള്ളായിരുന്നു. അപ്പം റൂമും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് സെലക്ട് ചെയ്തുള്ളായിരുന്നു. ഡെസേർട്ട് സഫാരി ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ഒരുപാട് സമയം പോകുമെന്ന് വെച്ചിട്ട് നമ്മളത് ചെയ്തില്ല. അങ്ങനെ നമ്മൾ വന്നിരുന്നപ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ കൊണ്ടുതന്ന്, ചായയും സ്നാക്സും കൊണ്ടുതന്നു. പിന്നെ അവരുടെ ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളും, പിന്നെ ഡാൻസുകൾ, പിന്നെ ഫയർ ഡാൻസ്, പിന്നെ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാട്ടൊക്കെ ഇട്ട് തരും. അടിപൊളി വൈബാണ്. ഫാമിലിയായിട്ടൊക്കെ വീക്കെൻഡിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതുപോലെ കുറേ റിസോർട്ടുകളുണ്ട്, ഒന്നിനോട് ചേർന്ന് കുറേ റിസോർട്ടുകൾ അങ്ങോട്ടുണ്ട്. അത് നമുക്ക് പകൽ അവിടുന്ന് റോഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വീഡിയോക്കകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ മഡ്ക ഡാൻസാണ്. ഇതിൻ്റെയൊക്കെ പാട്ട് ചേർത്ത് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ട്രഡീഷണൽ സോങ്സിനനുസരിച്ചുള്ള സ്റ്റെപ്സ് വെക്കുന്നതൊക്കെ. പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ചെറിയ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊക്കെ കയറി കാണണം. പിന്നെ നമുക്ക് അവരുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ കുറേ പാട്ടൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ കൂടുതലും രാജസ്ഥാനി സോങ്സാണ് ഇട്ട് തരുന്നത്. പിന്നെ നമ്മുടെ ആവശ്യപ്രകാരം പിന്നെ നമുക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ കുറച്ചൊക്കെ ഇട്ട് തരും. അങ്ങനെ പിന്നെ എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ ഇറങ്ങി. ഭയങ്കര രസമായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കളിച്ച്. അത് കഴിഞ്ഞിട്ട് ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. ഫയർ ഡാൻസ് പറയാൻ വയ്യ, നല്ല രസമുണ്ടായിരുന്നു. അയാളുടെ ആ മൂമെൻറ്റ്സും ഫയർ കൊണ്ടുള്ളത് എല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്.
അവിടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ കാണാനിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പൈസയുടെ നോട്ടുകളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പം നമ്മളും കൊടുത്തു. അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ ആ ഡാൻസ് മൊത്തം കണ്ടിരിക്കാൻ. ഒരു ഫുള്ള് പാട്ട് ഫുള്ളും ഉണ്ടായിരുന്നു. അപ്പം അത് നല്ല രസമായിരുന്നു കേൾക്കാൻ. ഫയർ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാർക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് ഞാനും ഇറങ്ങി കുറച്ചൊക്കെ കളിച്ച്. അപ്പം അങ്കിത്ത് കുറച്ച് വീഡിയോ എടുത്തത്, പക്ഷേ ഇതിനകത്ത് കാണുന്നില്ല ഇപ്പോൾ ഇടാൻ ലോങ് വീഡിയോയ്ക്കകത്ത്. പിന്നെ നമ്മൾ ഡാൻസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ വിശപ്പടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. സമയം 10 മണി വരെ പ്രോഗ്രാംസ് ഉള്ളൂ. അപ്പം 10 മണിയായിരുന്നു. ഇപ്പം എല്ലാം കഴിയും. അപ്പോഴത്തേക്ക് നമുക്കെന്നാൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ അവിടെ ബൊഫേ സിസ്റ്റം ആയിരുന്നു. അപ്പം നമുക്കിഷ്ടമുള്ള അത്രയും എടുത്ത് കഴിക്കാൻ. ട്രഡീഷണൽ രാജസ്ഥാനി ഫുഡാണ് എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി നമുക്ക് ഇഷ്ടത്തിനെടുത്ത് കഴിക്കാനൊക്കെ പറ്റും. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. पापड़ ले ले, चावल ले ले, चावल डालो ज़्यादा नहीं, हल्का सा और नहीं हाँ वैसे ये लहसुन का अचार है, लहसुन अचार, लहसुन വെളുത്തുള്ളി चावल दे ഒരു മിനിറ്റ് ഇവിടുത്തെ ഫുഡ് ദാൽ ബാട്ടി ചൂർമ. എങ്ങനെ കഴിക്കുന്നതെന്ന് അറിയത്തില്ല, കഴിച്ചു നോക്കിയിട്ട്. ഇത് ദാൽ ബാട്ടി ചൂർമ. ഓക്കെ ഇത് പനീർ. ഈ പനീർ എടുക്കാൻ വേണ്ടോ? എടുത്തോ. ഇതെന്താ? സബ്ജി മിക്സ് വെജ്. सांगरी सांगरी क्या टेस्ट है? राजस्थान में फेमस तो यही है। अच्छा ये चटनी क्या अच्छा है? लहसुन की चटनी। लहसुन का की चटनी ഇത് വെളുത്തുള്ളി അച്ചാറ്. ഓക്കെ ഇത് ചോറ്. ബാസ്മതി റൈസ്. എന്നിട്ട് നീ സബ്ജി ഒന്നും എടുത്തില്ലേ? ഇല്ലേ कपड़े വേണ്ട. ठीक है घी रोटी का വേണ്ട. ये ഒരെണ്ണം മതി. രണ്ടെണ്ണം എടുത്ത് വെക്ക്. रोटी के साथ ये लगा के खाना. भैया ये कैसे खाना है? ये दोनों तीनों एक साथ खाना है? नहीं ये तो मीठा रहता है, स्वीट है। ये स्वीट में ये दाल के साथ स्वीट है, चाहे आप उसके साथ यूज कर सकते अच्छा अच्छा अच्छा. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ താലി. ഇതോടെ കൂടെ കൊണ്ടുപോകും. അപ്പം ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി. അങ്കിത്തും അഭി എണീറ്റില്ല, അതിൻ്റെ അടിയിലുണ്ട്. അങ്ങനെ നേരം വെളുത്ത് അവിടെ രാവിലെ സൺറൈസൊക്കെ കാണാൻ പോകാൻ പറ്റുമായിരുന്നു ഡെസേർട്ട് സഫാരിക്കകത്ത്, പക്ഷേ നമ്മൾ എടുത്തില്ലായിരുന്നു. അങ്ങനെ രാവിലെ ഇവിടുന്ന് സൺറൈസൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങുകയാണ്. രാത്രി ഇവിടെ ആയിരുന്നു പരിപാടികളൊക്കെ. രാവിലെ ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമുക്ക് 9:30 ആകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്യണം. ജൽദിയാ ഇപ്പുറത്തോളൂ വാ. പൂട്ടിയോ നല്ലോണോ? പൂട്ടിയോ? ഇവിടെ എല്ലാം മഞ്ഞ സ്റ്റോണാണ്, ഗോൾഡൻ സ്റ്റോണ്. അതാണ് ജയ്സൽമീർ ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്. പെയിന്റ് അല്ലേ ഇത്, മഞ്ഞ കളർ കല്ല് തന്നെ, കല്ലിനകത്ത് തന്നെ വെട്ടി ഉണ്ടാക്കുന്നതാ. ഇത് പെയിന്റ് അല്ലല്ലോ, കല്ല് മഞ്ഞ കളറിന്റെ ഇല്ലയോ? എന്നിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ ഇരുന്നത്, ഇവിടെ ആയിരുന്നു രാത്രി കൾച്ചറൽ പ്രോഗ്രാംസ്.
അവിടെ തീയൊക്കെ കത്തിച്ച് അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നമ്മൾ ഇരുന്ന മെത്തയൊക്കെ മടക്കി വെച്ചേക്കുന്നത് രാവിലെ. നല്ല പൂഴി മണല തറന്നിട്ട് താന്ന് പോന്നു. നമ്മൾ ബീച്ചിലൊക്കെ നടക്കുന്നതിൻ്റെ വിട്ട് തഴഞ്ഞു പോണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ ഡൈനിങ് ഹാള്. ഇപ്പം 8 മണി കഴിഞ്ഞു. 9 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം ഇവിടുന്ന്. പിന്നെ ജയ്സൽമീർ ഫോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എല്ലാവരും കഴിക്കാൻ വന്നോ? നമ്മളാണോ ലാസ്റ്റ്? ബാങ്കു കഴി കുറച്ചെടുത്ത് ഒരെണ്ണം മതിയോ കട്ടോരി? രണ്ടെണ്ണം വേണം. എടുക്കും. ഇത് പോഹ. ഇതെന്തുവാ? ഇത് തൈര്. ആലു പൊറോട്ടയ്ക്ക് തൈര്. പൊറോട്ട ഞാൻ കൊടുത്തു. അത് നെയ്യ്. ആലപ്പുറോട്ട് എടുത്തേക്കാണോ? കഴിക്കടാ. ഇതെന്തുവാ? അത് നെയ്യ്. അങ്ങനെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളത് കഴിച്ചു. ആലു പൊറോട്ടയും തൈരും ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും ജാമും, പിന്നെ പോഹയുണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ എടുത്ത് നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുവാണേ. അങ്ങനത്തെ ചായ കുടിച്ച് വരുന്നു. വെയിൽ ആവുന്നുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്, ചൂടുണ്ട്. ചൂടായില്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ എൻ്റെ സെറ്റർ പോലും എടുത്തില്ലായിരുന്നു. ഇത് ഹസ്ബൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനത് തന്നെ എടുത്തിട്ട് സെറ്റർ എടുക്കാൻ മറന്നുപോയി രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് വെപ്രാളത്തിൽ. അവർക്കൊക്കെ എടുത്ത് വെച്ചായിരുന്നു ഞാൻ. എത്തി നോപ്പിക്കും. എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പുറത്തോ നമ്മൾ രാത്രി തങ്ങിയ ഹോട്ടൽ ഇതായിരുന്നു. അതുപോലെ അപ്പുറത്തെ ഹോട്ടൽ, അതിന് അങ്ങേപ്പുറത്തെ ഹോട്ടലുകൾ എല്ലാം ഇതുപോലെ ഹോട്ടലുകൾ. അതിലൂടെ എന്താ നമ്മൾ ഡെസേർട്ട് ഹീർ റിസോർട്ട്. അടുത്ത ഹോട്ടലാണത്. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി ജയ്സൽമീർ ഫോർട്ട് കാണാൻ പോവാം. ഇത് ഹൈവേ തന്നെ ഇല്ലയോ? ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഹോട്ടല്. ഡെസേർട്ട് ഹീർ റിസോർട്ട്. നല്ല ഹോട്ടലാ. ഇങ്ങനെ ഒരുപാട് ഡെസേർട്ട് ക്യാമ്പ് ഉണ്ട് ഇവിടെ അല്ലേ? ഇത് എനിക്ക് ഇയാള് പറഞ്ഞു. കണ്ട ഇവിടെ എല്ലാം ഒരുപാട് ക്യാമ്പുകളുണ്ട് ഇതുപോലെ. നമുക്ക് രാത്രിയിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകത്തക്ക രീതിയിലുണ്ട്. എല്ലായിടത്തും ആൾക്കാരും ഉണ്ട്. ഇവിടെ ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയത്താണ് ഈ ജയ്സൽമീർ വരാൻ നല്ല സമയം. ചൂട് കുറവ്, തണുപ്പ് തുടങ്ങുന്ന സമയം. പെട്രോള് ഫുൾ ടാങ്ക് ഒക്കെ അടിച്ചിട്ട് വരണം. ലോങ്കേവാലയും തനോട്ടൊക്കെ പോകുമ്പോൾ അവിടെ പമ്പൊന്നും ഇല്ല. പിന്നെ നമുക്ക് പിന്നെ കടകളിലൊക്കെ കിട്ടും. അപ്പം 100 രൂപയുടെ പെട്രോൾ 150 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചടിക്കേണ്ടി വരും.
അപ്പം വരുന്നവർ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ആയിട്ട് വന്നാൽ മതി. ഒരുപാട് ഹോട്ടലുകളുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം കണ്ടത് തന്നെ കയറിയില്ലേ. പിന്നെ ഇനി രാവിലെ ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്, ഡെസേർട്ട് സഫാരി. അവിടെ ആൾക്കാരൊക്കെ പോകുന്നു ജീപ്പിനകത്ത്. നമ്മൾ പോയില്ല, രാവിലെ തിരിച്ചു പോവാന്ന് വെച്ചിട്ട്. രാത്രിയിൽ വന്ന കാരണം രാത്രിയിലും പോയില്ല. എൻ്റെ ആൾക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നു രാവിലെ സഫാരിക്ക്. രാവിലെ സൺറൈസും സൺസെറ്റും ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണമെങ്കിലും പോകാം. എക്സ്ട്രാ ചാർജ് ആവുമെന്നുള്ളതുകൊണ്ട് ആൾക്കാർ ജീപ്പിനകത്ത് കൊണ്ടുപോകുന്നത് ഡെസേർട്ട് സഫാരിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അതൊക്കെ സഫാരിക്ക് ഇവിടെ എല്ലാം ഇതുപോലെ ടെൻറ്റ് ഹൗസ് തന്നെ, ക്യാമ്പ്. ടെൻറ്റും ഉണ്ട്, റൂമും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ടെൻറ്റ് തന്നെ ചൂസ് ചെയ്യുന്നത്. ടെൻറ്റിൽ ആ ഒരു പക്ഷേ ടെൻറ്റിൽ നല്ല തണുപ്പുമായിരിക്കും രാത്രിയിൽ. അല്ലെ നമ്മളെ അവിടെ ക്യാൻവാസ് ചെയ്യിക്കാൻ ആൾക്കാരൊക്കെ കഴിക്കുന്നിടത്ത് ഹോട്ടലിലോട്ട് വിളിച്ച് കയറ്റാൻ. ഡെസേർട്ട് വ്യൂ റെസ്റ്റോറൻറ്റ്. ആ അങ്ങോട്ട് നോക്കി മൊത്തം ഡെസേർട്ട് ആണല്ലോ. അതുകൊണ്ട് ക്യാമൽ സഫാരി നടത്തുന്ന ആൾക്കാര് ക്യാമലിന്റെ മൊത്തം ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിനകത്തായിരിക്കും സഫാരിക്കും കൊണ്ടുവന്നത്, ജീപ്പിനകത്തും കൊണ്ടുവന്നത്. ഇവിടെ ആള് വരുന്നു. अरे कितना रुपए को जी भैया कितना रुपए ले रहे हैं कैमल का? हाँ 100 रुपए, 2 जने बैठेगा 200 रुपए। बैठ जाओ दीदी बस वाला। बैठ बैठ आओ बैठो आ जाओ। कहाँ पकड़ के बैठो? उठने भाई छोटू को पकड़ना, हम खड़ा कर देंगे, कुछ नहीं, आराम से उठाएंगे। ऐसा नहीं आप गिरा देंगे, कुछ नहीं करेंगे। पैर उठा के बैठ जाओ, पाँव उठाओ। बैठ बैठ पैर उठा के बैठ जाओ दीदी, इससे क्या? अरे बैठ जा इधर आओ इस साइड। भाई आगे का कंट्रोल कर ले पहले ये भीड़ हो रही है, पेड़ दीदी यहाँ बीच में हल्का सा पकड़ो, आगे उठाओ, थोड़ी आप आगे पकड़ो। आपका कैमल वहाँ पे खड़ा है। അങ്ങനെ നമ്മൾ ഡെസേർട്ടിൽ ക്യാമൽ സഫാരിക്ക് പോയി. ഒരാൾക്ക് 100 രൂപ, 2 പേർക്ക് 200 രൂപ വെച്ചിട്ട് ഒരു ക്യാമലിൻ്റെ പുറത്ത് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കയറി. ഭയങ്കര പാടാണ് അതിൻ്റെ പുറത്ത് കയറാൻ. കാണുന്ന പോലെയല്ല, നമ്മൾക്ക് പേടിയാവും. ഞാനൊക്കെ വീഴാൻ പോകുന്നതിൻ്റെ കൂട്ടായി പോയി. അത് എണീക്കുമ്പോഴും ഇരിക്കുമ്പോഴുമാണ് പേടി വരുന്നത്. എണീക്കുമ്പോഴും നമുക്ക് വീഴുന്ന പോലെ തോന്നും, ഇരിക്കുമ്പോഴും വീഴുന്ന പോലെ തോന്നും. പിന്നെ അതിൻ്റെ പുറത്ത് കയറണമെങ്കിൽ ചവിട്ടി കയറാനൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെ കിടന്ന് ഒരു കുഷ്യനൊക്കെ പറക്കി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ചവിട്ടിയാണ് കയറിയത്. കസേരയൊന്നും കിടപ്പില്ലായിരുന്നു. അങ്ങനെ കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകെ ചെറിയതായിട്ട് പേടി മാറി തുടങ്ങി. കാരണം നമ്മളിങ്ങനെ കുലുങ്ങി നമ്മൾ താഴെ വീഴാൻ പോകുന്ന പോലെ തോന്നും. അതിനകത്ത് പിടിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളെ അങ്കിത്തിനെ പിടിച്ചാണ് ഞാൻ ഇരുന്നത്. പിന്നെ നല്ല രസമായിരുന്നു. ഡെസേർട്ട് വിശാലമായിട്ട് ഇങ്ങനെ ഡെസേർട്ടിൽ ഇങ്ങനെ പതുക്കെ കുലുങ്ങി പോകാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ ദൂരം അവർ കൊണ്ടുപോകും, 10 മിനിറ്റോളം കൊണ്ടുപോകും. പക്ഷേ നമ്മളാണെങ്കിൽ കുറച്ച് മാത്രമേ പോയുള്ളൂ. അബിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോരുന്നു. പേടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പേടി തമാശയായിട്ട് മാറി. എന്നാലും പിന്നെ നമ്മൾ ഒരുപാട് സമയം നിന്നാൽ ഇനി പോകേണ്ട സ്ഥലത്തൊക്കെ താമസിക്കുമെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് മാത്രമേ കറണ്ടിയുള്ളൂ. കാരണം അത്യാവശ്യം ഡെസേർട്ടൊക്കെ നമുക്ക് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അവിടെ നിന്നൊക്കെയുള്ള നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമുക്ക് ഡെസേർട്ടിൻ്റെ ഉള്ളിലോട്ടുള്ള വ്യൂസും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പുറത്ത് റോഡ് സൈഡിലോട്ടുള്ളതും കാണാൻ പറ്റുമായിരുന്നു. അവിടെ നിന്നുള്ള ഹോട്ടലുകളും ടെൻറ്റുകളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് അവിടെ കൊണ്ടുപോയി, കുറച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾക്ക് 2 പേർക്ക് കൂടെ എന്നിട്ട് 100 രൂപ ആയുള്ളായിരുന്നു. നമുക്ക് 4 പേർക്ക് കൂടെ 200 രൂപ ആയുള്ളായിരുന്നു. ഒരാൾക്ക് 100 ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ദൂരം പോയതുകൊണ്ട് പിന്നെ അത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ കുതിരപ്പുറത്ത് കയറണമെന്നുള്ള ആഗ്രഹം അങ്ങ് തീർന്നു. കുതിരയല്ല, ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം എന്നുള്ള ആഗ്രഹം അങ്ങ് തീർന്നു. അവിടെ ആണെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെയാണ് ഈ ഒട്ടകത്തിനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത്. അതിനെ അടിച്ചടിച്ച് സ്പീഡിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നു. അബിയുടെയൊക്കെ എത്രയുള്ള കൊച്ചു പിള്ളേർ അതിൻ്റെ പുറത്ത്. ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് കഴിഞ്ഞിട്ട് വന്നു. സോറി ക്യാമൽ റൈഡിങ് കഴിഞ്ഞിട്ട് വന്നു. അബി, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അയ്യോ കുടിക്കുക ഒരു വാതിൽ പരിവായി.
സൈഡ് മൊത്തം ഡെസേർട്ട് സഫാരി, ഡെസേർട്ടിനകത്ത് ക്യാമലിന്റെ പുറത്ത് പോവാ, ക്യാമൽ സഫാരി. ലെഫ്റ്റ് സൈഡിൽ മൊത്തം ഇങ്ങനെ റിസോർട്ടുകൾ. രാത്രി ഇവിടെ വന്ന് താമസിക്കാം, രാവിലെ ഡെസേർട്ട് സഫാരിക്ക് പോകാം. വണ്ടിയും കൊണ്ട് പോവാം, ഒട്ടകത്തിന്റെ പുറത്തും പോകാം. ഒട്ടകത്തിന്റെ പുറത്ത് പോകുന്നതിന് ഒരാൾക്ക് 100 രൂപ. അല്ല, ഒരാൾക്ക് 100. ആ, ഒരാൾക്ക് 100. ഇവിടെ എല്ലാം ഇങ്ങനെ ടെന്റ്, ഹോട്ടലും റിസോർട്ടും ടെന്റും. ഇഷ്ടം പോലെ ക്യാമലുകളും ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ. സ്വന്തം വണ്ടി സ്വന്തം വണ്ടിയൊന്നും ആയിരിക്കത്തില്ല, സ്വന്തം വണ്ടിയൊന്നും പോകാൻ പറ്റൂല, പെർമിഷൻ വേണമായിരിക്കും, അല്ലെങ്കിൽ താറൊക്കെ വേണമായിരിക്കും. ഇവിടെ എല്ലാം ടെന്റുകൾ 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 ടെന്റുകൾ. ക്യാപ്റ്റൻ ഡെസേർട്ട് ക്യാമ്പ്, ലക്കി ഡെസേർട്ട് ക്യാമ്പ്. ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട്. രാവിലെ ആൾക്കാർ ചൂടാവുന്നതിനും എല്ലാരും വന്ന് രാവിലെ വെയിൽ ചൂടായി വരുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ ഡെസേർട്ട് ക്യാമ്പിലുണ്ട്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ ഡെസേർട്ട് ഇവിടെ. ഇത്രേ ഉള്ളൂ തോന്നുന്നു ഡെസേർട്ട് ഏരിയ. ഇനി കുറച്ച് ചെടികളൊക്കെ ഉള്ള ഭാഗങ്ങളാണ് വരുന്നത്. നമ്മൾ ഇനി പോകുന്നത് ജയ്സൽമേറിലോട്ട്. ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ പേര് സം. ജയ്സൽമീർ 40 കിലോമീറ്റർ ഇനി അങ്ങോട്ട്. അവിടെ നമുക്കൊരു ഫോർട്ട് ഉണ്ട്, ജയ്സൽമീർ ഫോർട്ട്, ഗോൾഡൻ ഫോർട്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് പോകണം. കനോയി, കുൽദറ, ജയ്സൽമീർ. ജയ്സൽമീർ 40 കിലോമീറ്റർ. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് സൈഡിൽ കാണാൻ പറ്റും പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട്. വേണ്ടാലോ, വന്നിട്ടാണ് അതിനകത്തിരുന്ന് കരയാൻ. ചുമ്മാ പൈസ കൊടുത്തിട്ട് എന്തിനാ കരയുന്നത്? പിന്നെ ഹനുമാൻ ചാലിസ് ജീവിച്ചോണ്ടിരിക്കണം അതിനകത്ത്. കേട്ടോ പറങ്ങുന്ന പൊക്കി പറക്കുന്ന വണ്ടിയാണ്, ചെറിയൊരു വണ്ടിയാണ്. ജീപ്പിന്റെ പുറകെ കെട്ടിയിട്ട് അതിനെ മുകളിലോട്ട് പൊക്കിയാണ് ചെയ്യുന്നത്. പിന്നെ അത് ആളുണ്ടോ ഇതിനകത്ത്? അല്ല, മോട്ടറാണ്. മോട്ടർ ഉണ്ട് കേട്ടോ. ഇല്ല, അത് വേറെതാ. തീർന്നു, അത്രേ ഉള്ളോ? മോട്ടർ ഉണ്ട്, അതുകൊണ്ട് ഫാൻ വെച്ച് കറക്കുവാന്ന് അത് മോട്ടറാണ്. ഇത് നമ്മുടെ ഇത് തന്നെ ഹെലികോപ്റ്റർ പോലെ സംഭവമാണ്. അത് കറക്കി മേലെ പൊക്കുവാണ്, എന്നിട്ട് അത് പൊങ്ങിയിട്ട് താഴെ ഇറക്കാണത്. ഇവിടെ എന്തോന്ന് എന്റെ രജിസ്ട്രേഷൻ സെറ്റിംഗ്സ് ആൾക്കാർ പോകുന്നതാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മോട്ടർ വണ്ടി. ആൾക്കാരെ എടുത്തിട്ട് ഒരാൾക്കേ പോകാൻ പറ്റും. പുറം പൊങ്ങുന്നു, ഒരെണ്ണം പൊങ്ങി പോകുന്നുണ്ടോ? ലാൻഡ് ചെയ്യല്ല, പോവാ, പൊങ്ങി പോവാത്. ടേക്ക് ഓഫ് ആണ്. വണ്ടി കൂടെ പോകും. സൗണ്ട് ഉണ്ടല്ലേ? ഒരാൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ തോന്നുന്നു. ഷീപ്പ് ചെമ്മരിയാട് ഊളെടുക്കുന്ന ഷീപ്പ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇനി നമ്മൾ ജയ്സൽമീർ ഫോർട്ട് കാണാനാണ് പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഫോർട്ടിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ഫോർട്ട് കാണാൻ പോകും. അപ്പം ഫോർട്ടിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പം തന്നെ ആൾറെഡി ഒരുപാട് താമസിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് കുറച്ച് സമയം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പം അതിനിടയ്ക്ക് നാട്ടിലോട്ടൊക്കെ വന്നായിരുന്നു, അതുകൊണ്ട് സമയം കുറവാണ്. ഇനിയും ബാക്കി വീഡിയോ ഒക്കെ അടുത്ത പാർട്ട് 4 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.